Welcome back to my channel. Let's do it with Ash. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഈ ഡ്രൈ ആയ പെയിന്റ് ബ്രഷ് എങ്ങനെ നീറ്റായി ക്ലീൻ ചെയ്യാമെന്നും അതുപോലെ അതിനെ റീഷേപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്നുമാണ്. നമ്മൾ ചില സമയത്ത് പെയിന്റ് ചെയ്തതിന് ശേഷം ബ്രഷ് നീറ്റായി ക്ലീൻ ചെയ്യാതെ ഗ്ലാസ്സിൽ തന്നെ ഇടുമ്പോഴാണ് ബ്രഷിന്റെ ബ്രിസിൽസ് ഇതേപോലെ ബെൻഡായി പോകുന്നത്. ഇങ്ങനെയുള്ള ബെൻഡായ ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ പെയിന്റ് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടാറില്ല. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഈ ബ്രഷ് എങ്ങനെ നീറ്റായിട്ട് ക്ലീൻ ചെയ്യാമെന്നും അതേപോലെ റീഷേപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യമായി ഞാനിവിടെ ഈ ബ്രഷിലെ ഡ്രൈ ആയ പെയിന്റ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വൈറ്റ് വിനീഗർ ചൂടാക്കി കുറച്ച് എടുത്തിട്ടുണ്ട്. വിനീഗർ കുറച്ച് നല്ല ചൂടുണ്ടെങ്കിലാണ് ഈ ബ്രഷിലെ പെയിന്റ് ഇളകി വരാൻ കുറച്ചുകൂടി എളുപ്പം. ഇനി നമുക്ക് ഈ ബ്രഷ് ഈ വിനീഗർ ഉള്ള കപ്പിലേക്ക് 10 to 15 മിനിറ്റ്സ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കണം. ബ്രഷ് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ബ്രഷ് എല്ലാം ഗ്ലാസ്സിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ഡ്രൈ ആയ പെയിന്റ് എല്ലാം ഈ ബ്രഷിൽ നിന്നും കുറച്ച് ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള പെയിന്റ് കളയാനായി ഇതേപോലെ ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ നീറ്റായിട്ട് കിട്ടുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ബ്രഷിലെ ഡ്രൈ ആയ പെയിന്റ് എല്ലാം നല്ല നീറ്റായിട്ട് പോയിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആയ പെയിന്റ് ബ്രഷിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ വിനീഗർ ഒന്നുകൂടെ നന്നായി ചൂടാക്കിയതിന് ശേഷം ബ്രഷ് ഇതേപോലെ 15 മിനിറ്റ്സ് നന്നായി ഡിപ്പ് ചെയ്ത് വെക്കുക. അതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തതായി ഞാനിവിടെ കാണിക്കുന്നത് ഈ പെയിന്റ് ബ്രഷിന്റെ ബെൻഡായ ബ്രിസിൽസിനെ എങ്ങനെ റീഷേപ്പ് ചെയ്യാമെന്നാണ്. ആദ്യമായി ഈ ഡാമേജ് ആയ ബ്രഷാണ് ഞാനിവിടെ റീഷേപ്പ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ നല്ല ചൂടാക്കിയ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഞാനിവിടെ ഒരു സോപ്പും എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ഈ ബ്രഷ് ഈ ചൂടുള്ള വെള്ളത്തിൽ ഒരു 30 to 45 സെക്കൻഡ്സ് ഒന്ന് ഇതേപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കണം. ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ സോപ്പിലോട്ട് ഈ ബ്രഷ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു രീതിയിൽ ബ്രഷിന്റെ ബ്രിസിൽസ് റബ്ബ് ചെയ്ത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതേപോലെ എല്ലാ സൈഡും റബ്ബ് ചെയ്ത് നമുക്ക് ഈ ബ്രഷിന്റെ ബ്രിസിൽസ് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ഈ ഒരു ബ്രഷ് സോപ്പിൽ റബ്ബ് ചെയ്തതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ ബ്രിസിൽസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബ്രഷ് 3 to 4 hours ഡ്രൈ ആകാനായി ഒന്ന് വെക്കണം. ഈ ഒരു രീതിയിൽ എല്ലാ ബ്രഷും ഈ സോപ്പിലൊന്ന് റബ്ബ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്രഷ് ഡിപ്പ് ചെയ്യാൻ എടുക്കുന്ന വെള്ളം നല്ല ചൂടുള്ള വെള്ളമായിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ ബ്രഷ് സോപ്പിൽ റബ്ബ് ചെയ്യുമ്പോൾ ബ്രഷിന്റെ ബ്രിസിൽസ് എല്ലാം ഒരേപോലെ ഷേപ്പായി പഴയ പോലെ നമുക്ക് സ്റ്റിഫായി കിട്ടുന്നതാണ്. ഇപ്പം ഞാനിവിടെ എല്ലാ ബ്രഷും സോപ്പിൽ റബ്ബ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോപ്പിൽ റബ്ബ് ചെയ്ത ബ്രഷ് ഒരു 3 to 4 hours ഒന്ന് ഡ്രൈ ആകാനായി വെക്കണം. ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. 3 to 4 hours ബ്രഷ് ഡ്രൈ ആയതിനു ശേഷം ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ ബ്രഷ് എല്ലാം ഒന്ന് ഡിപ്പ് ചെയ്ത് വാഷ് ചെയ്തെടുക്കാം. ബ്രഷ് വാഷ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് പ്രഷർ ഉപയോഗിച്ച് വാഷ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. വാഷ് ചെയ്തതിന് ശേഷം ബ്രഷിന്റെ ബ്രിസിൽസ് ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ക്ലോത്തിലോ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഞാൻ ഈ ബ്രഷ് എല്ലാം ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നല്ല നീറ്റായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ ബ്രഷിന്റെ ബ്രിസിൽസിന്റെ ഷേപ്പ് എല്ലാം ഒരേപോലെ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു ബ്രഷ് പെയിന്റ് ചെയ്യാനായി റീയൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ റീഷേപ്പ് ചെയ്ത ബ്രഷ് എല്ലാം ഒന്ന് പെയിന്റ് ചെയ്ത് നോക്കാം. ആദ്യമായി ഈ പോയിന്റഡ് ബ്രഷ് ഉപയോഗിച്ചാണ് ഞാനിവിടെ ഒരു ലൈൻ വരച്ച് നോക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ബ്രഷ് ഉപയോഗിച്ച് നല്ല സ്മൂത്ത് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ബ്രഷും നല്ല സ്മൂത്ത് ആയിട്ട് വരച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇന്ന് കാണിച്ച ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കയ്യിലും ഇതേപോലെ ഡാമേജ് ആയ ബ്രഷ് ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.